ഈ ഒരു പേപ്പർ ഫ്രെയിം കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ അല്ലേ? പിൻട്രസ്റ്റ് തുറന്നു കഴിഞ്ഞാൽ ഫുള്ള് കാണുന്നത് ഈ ഒരു പേപ്പർ ഫ്രെയിമാണ്. അങ്ങനെ കാത്തിരുന്ന് ഞാനും ഉണ്ടാക്കി ഒരു പേപ്പർ ഫ്രെയിം. ഒന്നുമില്ല, ഒരു പേപ്പർ എടുക്കുക, സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്യുക, എന്നിട്ട് 4 സൈഡ്സിലും 1 സെൻറ്റിമീറ്റർ വിഡ്ത്തിലുള്ള 4 ലൈൻസ് ഇതുപോലെ വരച്ചു കൊടുക്കുക. വരച്ചു വരുമ്പോൾ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അതിൻ്റെ 4 കോർണേഴ്സും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കുറച്ച് പാടുള്ള പണിയാണ്. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ചെയ്തില്ലെങ്കിൽ പണി പാളും. ഓപ്പോസിറ്റ് സൈഡ്സ് ആയിട്ട് ഏതെങ്കിലും 2 സൈഡ് സെലക്ട് ചെയ്തതിന് ശേഷം ഓരോ സൈഡിൻ്റെയും മുകളിലും താഴെയും ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. വരച്ചതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്തും കൂടി എടുക്കണം. ഇത് വള്ളിപ്പുള്ളി തെറ്റാതെ ചെയ്താലേ നമുക്ക് പേപ്പർ ഫ്രെയിം കിട്ടുള്ളൂ. അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ലൈൻസ് ഉണ്ടല്ലോ, ലൈൻസിൽ കൂടെ മടക്കി എടുക്കുക. ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക. അടുത്തിന് ചെയ്യുന്നത് വീഡിയോയിൽ കാണുന്നത് പോലെ മാക്സിമം നിങ്ങൾ അനുകരിക്കാൻ ശ്രമിക്കുക. കാരണം ഇതെങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ കട്ട് ചെയ്ത ആ ഒരു സൈഡിൻ്റെ ഉള്ളിലേക്ക് കട്ട് ചെയ്യാത്ത ആ ഒരു ഭാഗം കയറ്റി വെക്കണം. അപ്പോഴാണ് നമ്മുടെ ഒരു പേപ്പർ ഫ്രെയിം ഇങ്ങനെ സ്റ്റേബിളായിട്ട് നിൽക്കുന്നത്. അപ്പോൾ എല്ലാം മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ എന്തോ കണ്ടപ്പോൾ ഒരു എംപ്റ്റിനെസ് തോന്നിയതുകൊണ്ട് സ്ഥിരം പരിപാടിയായിട്ടുള്ള പേപ്പർ ഹാർട്ട് കൂടെ ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.